ഹലോ മൈ ഡിയേഴ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കെമിസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് സിജി ബിജു എന്നാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. സിജി ബിജുസ് അക്കാദമി എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാഹനങ്ങളുടെ എയർ ബാഗുകളിൽ നിറയ്ക്കുന്ന വാതകം ചുവടെയുള്ളവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സോഡിയം അസൈഡ്, പൊട്ടാസ്യം അസൈഡ്, സോഡിയം അസൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്. ഇതിനകത്ത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം അസൈഡ് എന്ന കാര്യം ഓർത്ത് ചെയ്തതാണ്. സോഡിയം അസൈഡ്. ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിന്റെയും പൈറോടെക്നിക് മിശ്രിതം ഏത്? തെർമൈറ്റ് ആണ്. ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിന്റെയും പൈറോടെക്നിക് മിശ്രിതമാണ് തെർമൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാവുന്നതാണ് നമുക്ക്. വായുവിലെ ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ജ്വലിക്കുന്ന ഫോസ്ഫറസിന്റെ രൂപാന്തരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളുത്ത ഫോസ്ഫറസ് ആണ്. വായുവിലെ ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ജ്വലിക്കുന്ന ഫോസ്ഫറസിന്റെ രൂപാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് വെളുത്ത ഫോസ്ഫറസ് ആണ്. രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട മാറ്റിക്കോട്ടെ വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചുവടെയുള്ളവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം, അതായത് താപനിലയുണ്ട്, അഭികാരകങ്ങളുടെ ഗാഢത, അതുപോലെ തന്നെ അവയുടെ സ്വഭാവം, ഗാഢത, ടെമ്പറേച്ചർ, ഇവയെല്ലാം രാസപ്രവർത്തനത്തിന്റെ സ്പീഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അഭികാരകങ്ങളുടെ സ്വഭാവം, അഭികാരകങ്ങളുടെ ഗാഢത, താപനില. അടുത്തത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഒരു ലീനം ലായകത്തിൽ ലയിക്കുന്ന പ്രവർത്തനം ഡാൾട്ടൺ നിയമം അനുസരിച്ച് വിശദീകരിക്കാവുന്നതാണ്. മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്നവയാണ് ഏകാത്മക മിശ്രിതങ്ങൾ. ശരിയാണല്ലോ, എല്ലാ ഭാഗത്തും ഒരേപോലെ ഏകാത്മക മിശ്രിതങ്ങൾ. ആഭരണ സ്വർണം ഒരു ഖരലായനിയാണ്. ജലീയ ലായനികളിൽ ഏതളവിൽ എടുത്താലും ജലം തന്നെ ആയിരിക്കും ലായകം. അത് മൂന്നും ശരിയാണ്. ഇനി അടുത്തത്, ഒരു ലീനം ലായകത്തിൽ ലയിക്കുന്ന പ്രവർത്തനം ഡാൾട്ടൺ നിയമം അനുസരിച്ച് വിശദീകരിക്കാൻ പറ്റുന്നതൊന്നും അല്ല. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. വസ്ത്രങ്ങളിലെ കാപ്പി, ചായ എന്നിവയുമായി ബന്ധപ്പെട്ട് കറകൾ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബൊറാക്സ് ആണ് വസ്ത്രങ്ങളിലെ കാപ്പി, ചായ എന്നിവയുടെ കറ കളയാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. മലബന്ധം ഒഴിവാക്കാനും വയറിളക്കാനും മറ്റും മരുന്നിൽ ചേർക്കുന്ന ലവണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബറസ് സാൾട്ട് ആണ്. ഗ്ലോബേഴ്സ് സാൾട്ട് ഇത് എസിയാറ്റിക് അതുള്ളതാണ്. മലബന്ധം ഒഴിവാക്കാനും വയറിളക്കാനും മറ്റും മരുന്നിൽ ചേർക്കുന്ന ലവണമാണ് ഗ്ലോബേഴ്സ് സാൾട്ട്. ഗ്ലോബേഴ്സ് സാൾട്ട്. അടുത്ത പോയിന്റിലേക്ക് പോകാം. വിനാഗിരി സസ്യ എണ്ണ മുട്ടയുടെ വെള്ളക്കരു എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മൃദുവായ കൊളോയിഡ് താഴെയുള്ളവയിൽ ഏതാണ്? മയോണൈസ് ആണ്. ഒറ്റഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന പേര് ഏത്? ഒറ്റഘട്ടത്തിൽ മൗലിക രാസപ്രവർത്തനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൗലിക രാസപ്രവർത്തനം എന്നാണ് ഒറ്റഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനം അറിയപ്പെടുന്നത്. കൃത്രിമ പാനീയങ്ങൾക്ക് നീല നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? കൃത്രിമ പാനീയങ്ങൾക്ക് നീല നിറം നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡിഗോ കാർമൈൻ ആണ്. ഏതാണ്? ഇൻഡിഗോ കാർമൈൻ ആണ്. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാത്തതിനുള്ള കാരണം ഏതാണ്? സ്ഫോടനത്തോടെ കത്തുന്ന വാതകം സംഭരിച്ചു വെക്കാൻ പ്രയാസമാണ്, വിതരണം ചെയ്യാൻ പ്രയാസമാണ്. ഇവയെല്ലാം കാരണം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് ഉപയോഗിക്കാത്തത്. അടുത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബണിന്റെ വ്യത്യസ്ത അമോർഫസ് രൂപങ്ങൾ ആണ് ഉൾപ്പെടാത്തത് ഏത്? ചാർക്കോൾ, കൽക്കരി, ഗ്രാഫൈറ്റ്, കോക്ക. ഗ്രാഫൈറ്റ് ആണ് ഉൾപ്പെടാത്തത്. കാർബണിന്റെ വ്യത്യസ്ത അമോർഫസ് രൂപാന്തരങ്ങളിൽ ഉൾപ്പെടാത്തത് ഗ്രാഫൈറ്റ് ആണ്. ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പറയുന്ന പേര് എന്ത്? ഡ്രൈ ഐസ് എന്ന പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഡ്രൈ ഐസ്.
അടുത്തത്, പൂർണ്ണമായും അജൈവ വസ്തുക്കളിൽ നിന്ന് ആദ്യമായിട്ട് മീഥെയ്ൻ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആര്? ബെർത്തലോട്ട് ആണ്. പൂർണ്ണമായും അജൈവ വസ്തുക്കളിൽ നിന്ന് ആദ്യമായി മീഥെയ്ൻ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ബെർത്തലോട്ട്. IUPACയുടെ ആസ്ഥാനം എവിടെയാണ്? സൂറിച്ചിലാണ് IUPACയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും 16 ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു സീരീസിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് 10th ലെവൽ മെയിൻസിന്റെ സ്റ്റഡി പ്ലാൻസ് അവൈലബിൾ ആണ്. അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട് 599 rupees ആണ്. മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്സും അതിന്റെ കൂടെ PDF-ഉം ക്ലാസ്സും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പുതിയ SCRT ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോഴത്തെ പരീക്ഷകൾക്ക്, റെയർ പോയിന്റ്സ് ആയിട്ടും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ടും. അപ്പൊ നിങ്ങൾ പുതിയ SCRT PDF കൂടെ കൃത്യമായിട്ട് പഠിച്ച് തുടങ്ങേണ്ടതാണ്. അപ്പൊ അതിന്റെ നോട്ട്സും കോളം കട്ടിങ്സും മാത്രമായിട്ട് നമ്മൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ പിന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സോഷ്യൽ സയൻസിന് 99 രൂപയാണ് പ്രൈസ്. അപ്പൊ താല്പര്യമുള്ളവർ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.